നമസ്കാരം. ഞാനിതെന്തിനാണ് കാണിച്ചതെന്ന് വെച്ചാൽ പഴയ കാലത്തെ ചില ഓർമ്മകൾ വന്നുകൊണ്ട് കാണിച്ചു പോയതാണ്. പറഞ്ഞ പോലെ എന്നെ മനസ്സിലായില്ലല്ലേ? ഞാൻ സുകുമാരൻ, ഈ സുകുമാരവിലാസത്തിൻ്റെ ഓണറാണ്, ഒരു കലാകാരൻ കൂടിയാണ്. എന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. കടോൽക്കജൻ സുകുമാരൻ എന്നാണ് എന്നെ അറിയപ്പെടുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം, കടോൽക്കജൻ, ലങ്കാദഹനം, ശ്രീരാമകൃഷ്ണ പട്ടാഭിഷേകം തുടങ്ങി നിരവധി ബാലകളുടെ രചനയും സംവിധാനവും സംഭാഷണവും സംഗീതവും എന്തിന് അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ വരെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞ കടോൽക്കജൻ പോലും എൻ്റെ കടോൽക്കജനെ കണ്ട ഞെട്ടിപ്പോവും. അതുകൊണ്ടാണ് ഈ കടോൽക്കജൻ സുകുമാരൻ ആൾക്കാർ വിളിക്കുന്നത്. അസൂയ കൊണ്ടാണ്, കുറച്ചുപേർ ബഹുമാനം കൊണ്ടാണ്. അപ്പോൾ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ, അമ്പലപ്പറമ്പുകളിലെ ആരവം ഇപ്പോഴും എൻ്റെ ചെവിയിലുണ്ട്. എൻ്റെ ബാലെ കണ്ടിട്ട് തകർത്ത് കൈയടിച്ച ജനങ്ങളുണ്ട്. അതൊക്കെ ഒരു നല്ല കാലം. ഇപ്പോൾ ബാലയും നാടകമൊക്കെ ആർക്ക് വേണം? നല്ല കലാകാരന്മാരെ അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണിപ്പോൾ. പക്ഷേ ഈ സുകുമാരൻ അങ്ങനല്ല കേട്ടോ. ഈ ചായക്കട ഇട്ടിരിക്കുന്നത് തന്നെ എന്തിനാണ്? കലാകാരന്മാരെ അംഗീകരിക്കാനും ആദരിക്കാനും സ്നേഹിക്കാനുമാണ്. ഇതുവഴി പോകുന്ന ഏതൊരു കലാകാരനും സുകുമാരവിലാസം ടീ ഷോപ്പിൽ വരും, ഒരു ചായ കുടിക്കും. സ്പെഷ്യൽ ചായയാണ്. ആ ചായ തീർത്തും ഫ്രീ ആണ്. മാത്രമല്ല, ഇവിടെ നിരത്തി വച്ചിരിക്കുന്ന പലഹാരങ്ങൾ, അതായത് വടയുണ്ട്, കാരവടയുണ്ട്, ഉഴുന്നുവടയുണ്ട്, പരിപ്പ് വടയുണ്ട്, പഴംപൊരിയുണ്ട്, പക്കാവടയുണ്ട്. ഏതെടുത്താലും സത്യം പറയാലോ 75% കിഴിവാണ്. കലാകാരന്മാർക്ക് ഉള്ളു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, കലാകാരന്മാർ ഈ സുകുമാരന് എന്നും ഒരു വീക്ക്നെസ്സാണ്. കലാകാരന്മാരെ അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്താ ആളും ബഹളമൊന്നും ഇല്ലാത്ത. സത്യം, ഞാൻ കലാകാരന്മാർക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുന്ന കടയാണിത്. പിന്നെ ഞാൻ മാത്രമല്ല, ഇവിടെ എനിക്കൊരു സ്റ്റാഫുണ്ട്. കറക്റ്റ് 9 മണിക്ക് വരും, 5 മണിക്ക് പോകും. ഓഫീസ് ടൈമാണ്. പിന്നെ ഞാൻ അവനെ അംഗീകരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അത്യാവശ്യം കൈപ്പുണ്യമുള്ള ഒരുത്തനാണ്. ഞാനിതിനകത്തൊന്നും ചായ അടിച്ചിട്ടില്ല. അവൻ ചായ അടിച്ചാൽ ഓക്കെയാണ്. പിന്നെ കുറച്ച് അഹങ്കാരമുണ്ട്, അല്പം എഴുത്തും വായന അറിയാം എന്നതിൻ്റെ ഒരു നെകളിപ്പുമുണ്ട്. അതൊക്കെ നമ്മൾ ക്ഷമിച്ചു കൊടുക്കും. പക്ഷേ ഇതേ ഉള്ളൂ കുഴപ്പം. 9 മണിക്ക് 5 മണിക്ക് പോകണം സാറിനും. ഇപ്പോൾ വരും. അങ്ങനെ എല്ലാം കൂടെ ചേർന്ന് ഈ സുകുമാരവിലാസത്തിൻ്റെ ചരിത്രം ഏകദേശം പിടികിട്ടിയല്ലോ. ഇനി പോകെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും.